1982 ഒരാളുടെ വിവാഹം കഴിഞ്ഞു. അദ്ദേഹത്തിന് പണ്ട് മുതലേ പഴയ വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ ഒരു കമ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയ അദ്ദേഹം അന്നു മുതൽ പഴയ വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ ബഷീർക്ക ശേഖരിച്ചു കൂട്ടിയ പഴയ വസ്തുക്കൾ കാണാനാണ് നമ്മളീ പോകുന്നത്. അതെ, ബഷീർ ഖാന്റെ ഗുദാം ആർട്ട് കഫേ കാലിക്കറ്റ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പഴയ നാണയങ്ങളും പഴയ നോട്ടുകളെല്ലാം കാണാം. ഇതിൽ ചിലത് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്കും ഇങ്ങനെ പഴയ നാണയങ്ങൾ ശേഖരിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ കുറച്ചെണ്ണം എൻ്റെ അടുത്തുണ്ട്. പഴയ നാണയങ്ങൾ മാത്രമല്ല, പഴയ ആഭരണങ്ങളും പഴയ കണ്ണാടികളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വിൻറ്റേജ് ഫീലാണ്. നമ്മളൊരു 90s 80s പോയൊരു ഫീല് കിട്ടും. കാരണം ചുറ്റുള്ളതെല്ലാം പഴയതാണ്. ഇവിടെ പഴയ ക്ലോക്സിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. ഈ ബഷീർ ഖാൻ കുറേ ട്രാവൽ ചെയ്യുന്ന ആളായിരുന്നു. അപ്പം പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ശേഖരിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ക്യാമറ, പഴയ ഫിലിം ക്യാമറ മുതൽ കുറേ ക്യാമറയുണ്ട്. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്കെല്ലാം ഇത് കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ കുറേ പഴയ ആഭരണങ്ങളുണ്ട്, പഴയ മോഡൽ ആഭരണങ്ങൾ. ഈ അലമാരയിൽ നോക്കുകയാണെങ്കിൽ പല സാധനങ്ങളുണ്ട്. പഴയ ഇങ്ക് മുതൽ നമ്മൾ ഇങ്ക് വെച്ച് എഴുതുന്നില്ലേ അത്. പിന്നെ ഒറ്റ ഷോട്ടിൽ കുറേ കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട്. എനിക്കിത് ഒരെണ്ണം പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനാവുന്നില്ല ആക്ച്വലി. ഇപ്പം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ പലതും ആ ഒരു സീനിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യും. പണ്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ മാത്രമല്ല, പണ്ട് ഉണ്ടായിരുന്ന കരകൗശല വസ്തുക്കൾ ഉണ്ടാവില്ലേ, നമ്മൾ അലങ്കാരത്തിനായി വെക്കുന്ന, അങ്ങനെയുള്ളതും കാണാം കേട്ടോ. എല്ലാം ഇങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പോകാനേ പറ്റുള്ളൂ. ഇത് പഴയ വിളക്കുകളാണ്. അതിൻ്റെ കൂടെ ചില പാത്രങ്ങളും ഉണ്ട്. പിന്നെ ഗ്രാമഫോൺ ഉണ്ട്, കുറേ ഗ്രാമഫോൺ ഉണ്ട് കേട്ടോ അവിടെ, വലുതും ചെറുതുമായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാം നമ്മൾ ചാർജ് കൊടുത്താൽ. ഓരോന്നിനും ഓരോ ചാർജാണ്, നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇത് പഴയ ഫോൺ, പിന്നെ പഴയ പാത്രങ്ങൾ, അളവ് പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മുടെ സപ്രപഞ്ച കട്ടിലുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഇടതു ഭാഗത്ത് കണ്ടുപോയത് സപ്രപഞ്ച കട്ടിലാണ്. പിന്നെ പണ്ട് ആഭരണം ഇട്ട് വെക്കുന്ന പെട്ടി, ചിലങ്ക, നാണയങ്ങൾ ഇട്ട് വെച്ചിരുന്ന സഞ്ചി, റേഡിയോ, ഫോണുകൾ. അത് നമുക്ക് പണ്ടുള്ളത് മുതൽ അധികം പഴയതല്ലാത്ത ഫോണുകളെല്ലാം നമുക്ക് കാണാം. ഇവിടെ നിന്നെല്ലാം ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോഴെല്ലാം. പക്ഷെ നമുക്ക് അരമണിക്കൂറേ ടൈം കിട്ടുള്ളൂ കേട്ടോ. അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആൻറ്റിക്സിന്റെ സ്ഥലത്ത് നമുക്ക് ചിലവഴിക്കാം അരമണിക്കൂർ. അതിൽ കൂടുതൽ ചിലവഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊരു പെയിന്റിങ്സിന്റെ കളക്ഷനാണ്. നല്ല ഭംഗിയുള്ള കുറേ പെയിന്റിങ്ങൾ, പലതരം പെയിന്റിങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ടുള്ളത്. ഈ കെട്ടിടം കുറേ മുറികളായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇപ്പം നമ്മൾ ഈ കളക്ഷൻസ് കാണുകയാണെങ്കിൽ പല മുറികളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിന് പോലും ഒരു കഥയുണ്ട്. ഈ കെട്ടിടം ശരിക്കും ഒരു 150 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. പണ്ട് വലിയങ്ങാടിയിൽ അരിക്കച്ചവടം നടന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്, ആ ഒരു കെട്ടിടമായിരുന്നു ഇത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് അരിക്കച്ചവടവും മുകളിൽ ഈ പണിക്കാർക്ക് താമസിക്കാനുള്ള ഭാഗമായിരുന്നു. പിന്നീടാണ് ഇത് ബഷീർ ഖാന്റെ കയ്യിലെത്തുന്നത്. എന്നിട്ട് ബഷീർ ഖാൻ അദ്ദേഹം കളക്ട് ചെയ്ത സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് ഒരു ആർട്ട് കഫേ ആക്കി മാറ്റാണ് ഉണ്ടായത്. ഇതാ കുറേ ഗ്രാമഫോൺ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ, പല ടൈപ്പിൽ. ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ജൂക്ക് ബോക്സ് ആണ്. അതിങ്ങനെ CD ഇട്ട് പാട്ട് കേൾക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് എന്നാണ് അദ്ദേഹം ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡീസൻറ്റ് ഫുഡ് ബട്ട് എ ബിറ്റ് എക്സ്പെൻസീവ്. അത്യാവശ്യം പൈസയാവും, കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ഇനി പഴയ സാധനങ്ങളും വെസ്റ്റേൺ ടൈപ്പ് ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. പിന്നെ കുറേ പെയിൻറ്റിങ്ങുകളുണ്ട്. ഈ കാണുന്ന റൂമാണ് ഒരു ആർട്ട് സ്പേസ് എന്ന് പറയാം. കാരണം ഇവിടെ കുറേ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അത് നമുക്ക് വായിക്കാം. അപ്പം ആൻറ്റിക്കും ആർട്ടും ഫുഡും നമുക്കൊരു സ്ഥലത്ത് നിന്ന് തന്നെ ആസ്വദിക്കാം. അപ്പോൾ യാത്രയും കഥകളുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം.